എം ലിജു ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. ശ്രീ എം ലിജു, നിർണായകമായ ഒരു കണ്ടെത്തലാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് SIT ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡി മണി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള റെയ്ഡുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു സ്ഥിരീകരണത്തിലേക്ക് SIT എത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ കേസിൽ എങ്ങനെ വഴിത്തിരിവാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഡി മണിയുടെ പേര് ഉയർന്നു വന്നത് തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ടാണ്. അതായത് കേവലം സ്വർണ്ണമോഷണം മാത്രമല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള വിഗ്രഹ കള്ളക്കടത്ത് സംഘം ശബരിമലയിലെ പരിപാവനമായ ഈ വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി കോടാനുകോടി രൂപയുടെ സാധാരണ ഒരു സ്വർണത്തിന്റെയൊക്കെ മാർക്കറ്റ് വിലയ്ക്കപ്പുറത്ത് 1000 കോടി രൂപയ്ക്കടുത്തുള്ള തട്ടിപ്പ് നടത്തും എന്നുള്ള ആരോപണമാണ് ശ്രീ രമേശ് ചെന്നിത്തല ഉയർത്തിയത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ്, അദ്ദേഹം നേരിട്ട് വന്ന് SITക്ക് മൊഴി നൽകിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിഷയം തന്നെ SITയുടെ ശ്രദ്ധയിൽപ്പെടുത്തത്. ഇനി SIT ചെയ്യേണ്ടത് അവർ വിശ്വാസ്യത തെളിയിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ മണിയെങ്കിൽ ഈ മണി, ഏത് മണിയാണെങ്കിലും മണിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ചോദ്യം ചെയ്ത് അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകൾ മനസ്സിലാക്കി ആരാണോ ഇതിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ, പത്മകുമാറിനും വാസുവിനും അപ്പുറത്ത് തലപ്പത്തിരിക്കുന്ന യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീട്ടി ഹൈക്കോടതിക്ക് തന്നെ കഴിഞ്ഞ ദിവസം വിമർശിക്കേണ്ടി വന്നു ഈ SIT അന്വേഷിക്കുന്ന കറക്റ്റാണോ. അപ്പൊ ആ സംശയങ്ങളെല്ലാം മാറ്റി യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, ഇത്തരം വസ്തുക്കൾ വീണ്ടെടുക്കണം, അതാണ് ചെയ്യേണ്ടത്. ലിജു, അതായത് ഈ ഡി മണി എന്നൊരാൾ ഉണ്ടോ എന്ന് തന്നെ ആദ്യം സംശയമായിരുന്നു. പിന്നീടാണ് SITക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താനൊക്കെ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? മണി എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായത്? മണിയെ കുറിച്ച് മനസ്സിലായത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് SITക്ക് മുമ്പിൽ ഹാജരായി നൽകിയ മൊഴി കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. അല്ലെ SIT അന്വേഷിച്ച് കണ്ടുപിടിച്ചല്ലോ. അവര് സ്വർണ്ണപ്പാളിയെ കുറിച്ച് മാത്രമല്ല അന്വേഷിച്ചത്. ഇതിന്റെ പിന്നിലെ പുരാവസ്തു കൈമാറ്റത്തിന്റെ ഫാക്ട് പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ ഇടപെടലിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം നൽകിയ ഏറ്റവും റെലവന്റ് ആയ, അതോടൊപ്പം തന്നെ റിലയബിൾ ആയ ഇൻഫർമേഷനെ കൃത്യമായി അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളിലെത്താനുള്ള ഉത്തരവാദിത്തം SITക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, നന്ദി ശ്രീ എം ലിജു പ്രതികരിച്ചതിന്. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ നിർണായകമായ ഇടപെടൽ, അദ്ദേഹത്തിന്റെ മൊഴി നൽകലൊക്കെയാണ് ഡി മണി എന്ന് പറയുന്ന ഒരാളിലേക്ക് SIT സംഘം എത്താൻ കാരണമായത്. അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലൊരു വിഗ്രഹ കടത്ത് അടക്കം നടന്നു എന്നുള്ള ഒരു സൂചന സ്ഥിരീകരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഡി മണി തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ SIT അന്വേഷിക്കുന്ന ആളെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിർണായകമായ ചില രേഖകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് SIT നൽകിയിരിക്കുന്ന നിർദ്ദേശം.